ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് നമ്മൾ ചെമ്മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീനാണ്. ഒരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ചെമ്മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞാനപ്പോൾ ഈ ചെമ്മീൻ വെച്ചിട്ട് ഒരു റോസ്റ്റല്ല, ഒരു തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഞാനത് ക്ലീൻ ചെയ്യട്ടെ. ക്ലീനാക്കി സെറ്റാക്കിയിട്ട് ഒരു കലത്തിലോട്ട് കലം അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് ഇത് വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാനൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ കുറച്ച് മുളക് പൊടി, അതും ഇതേപോലെ തന്നെ ആവശ്യത്തിന്. എരി കൂടുതലുള്ളവർക്ക് പിന്നെ നമ്മൾ സവാളയൊക്കെ ഇടുമല്ലോ മുളക് പൊടി, അപ്പോൾ അതനുസരിച്ച് ഇതിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി കുറച്ചിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂണിൻ്റെ പകുതി വേണമെങ്കിൽ ഒരു ടീസ്പൂൺ ഇടാം. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് തിളച്ച് വരണം, നന്നായിട്ട് വേവണം ചെമ്മീൻ. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് നന്നായി ഇളക്കി നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് ആയ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി സെറ്റായിട്ട് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഒരു കലം വെച്ച് ഇപ്പുറത്ത് നമുക്കൊരു ഇതേപോലത്തെ ഒരു മൺകലം വെച്ച് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ടേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ചെറിയ തരം സവാള ഒരു 5 എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചുമന്നുള്ളി, കുഞ്ഞുള്ളി ഉണ്ടല്ലോ, അതെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ, എടുക്കാം. ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ചുവന്നുള്ളി എടുക്കാം, അല്ലെങ്കിൽ സവാളയിൽ തന്നെ നമുക്ക് ചെയ്യാം. കുറച്ചൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ 2 തക്കാളി, ചെറിയ 2 തക്കാളി. പിന്നെ തേങ്ങാപ്പാലിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു തേങ്ങയുടെ പകുതി നല്ല കട്ടിയിൽ തേങ്ങാപ്പാൽ കട്ടിയിൽ തന്നെ എടുക്കണം കേട്ടോ. അധികം വെള്ളം കൂട്ടാണ്ട് തന്നെ എടുക്കാം. ചട്ടി നന്നായി ചൂടായി. നമ്മൾ നേരത്തെ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ഈ കുഞ്ഞുള്ളിയും സവാളയും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ ചെമ്മീൻ വേവിക്കാൻ വെച്ചതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഇതിൽ ഇട്ട് കൊടുക്കാം. ബാക്കി നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് പോരെന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇത് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. നന്നായി ഒരു ബ്രൗൺ കളറ് സെറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. എല്ലാതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് വെളിച്ചെണ്ണ നമുക്ക് പോരെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചേക്കണം നമ്മൾ ചെറിയ തക്കാളി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ തക്കാളിയും എല്ലാം കൂടി നന്നായി ഉടഞ്ഞ് വരണം. എന്നിട്ട് ഒരു ഗ്രേവി പരുവത്തിൽ നന്നായി ഉടഞ്ഞ് വരട്ടെ. ഇത് എല്ലാതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. അടിപൊളിയായിട്ട് വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ഉടഞ്ഞ് തക്കാളിയും എല്ലാതും നന്നായി ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഞാൻ ഈ ഒരു കയ്യിലിൽ 4 ടീസ്പൂണൊക്കെ ഇടുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടിയും നമ്മൾ ചെമ്മീൻ വേവിക്കാൻ വെച്ചതിൽ കുറച്ച് ഇട്ടേക്കണതുകൊണ്ട് അതനുസരിച്ച് വേണം ഇടാനായിട്ട്. അതും 2 ടീസ്പൂൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ എടുക്കുന്ന കയ്യിൽ കുറച്ച്, അതായത് 1 ടീസ്പൂൺ എടുത്തിട്ട് പിന്നെ അതിൻ്റെ പകുതിയായിട്ട് ഇടാം. പിന്നെ മുളക് പൊടി ആവശ്യത്തിന് എരിവ് വേണ്ടവർക്ക് അതനുസരിച്ച്. നമ്മൾ നേരത്തെ പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ഒരു കയ്യിൽ 1.5 ടീസ്പൂണാണ് ഇട്ടേക്കണത്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു ഗ്രേവിയിലേക്ക് അതിൻ്റെ ആ ഒരു പച്ചമണം മാറാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. വെള്ളം കുറച്ചും കൂടി വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാം.
നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ആ ചെമ്മീൻ വെന്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം തന്നെ നമ്മളൊരു ചെമ്മീൻ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി തേങ്ങാപ്പാലില്ലെങ്കിൽ ചെമ്മീൻ റോസ്റ്റ് ആയിട്ട് ഒഴിക്കാം. ഞാനിവിടെ കുറച്ചും കൂടി ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണ്ട എന്നുണ്ടെങ്കിൽ ഇങ്ങനെയും നമുക്ക് കഴിക്കാം. ഇനി നമ്മളെ മെയിൻ ഐറ്റമായ തേങ്ങാപ്പാൽ ഒരു കളർ തന്നെ മാറി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തപ്പോൾ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മളെ കറി മസാല, ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച കറി മസാലയാണ്. റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. കറി മസാല ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സൂപ്പറാണ് കേട്ടോ. എന്താ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നമുക്കിത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ചപ്പാത്തിയോ പുട്ട് എന്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാം. വിത്ത് നമ്മൾ നെയ്ച്ചോറിൻ്റെ കൂടെ വരെ നമുക്ക് കഴിക്കാം. ഞാൻ ഇന്ന് സാധാ ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കാരണം നല്ല ഒരു ടേസ്റ്റാണ്, അടിപൊളിയാണ്. അപ്പോൾ വേറൊരു വീഡിയോയുമായി നമുക്ക് പിന്നെയും കാണാം. എല്ലാവർക്കും ബായ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോക്ക് ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, എല്ലാം ചെയ്യണം. ഇനിയും ഇതേപോലത്തെ സിമ്പിളായിട്ടുള്ള റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബായ്.